SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വീക്കിൽ ഒലി ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് CGL ടയർ 1 എക്സാമിന്റെ മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ ആകാതെ തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. First question, if the diagonals of a quadrilateral are equal and bisect each other at right angles, then the quadrilateral is a. ഓപ്ഷൻസ് തന്നിരിക്കുന്ന റെക്ടാംഗിൾ, സ്ക്വയർ, റോംബസ്, ട്രപ്പീസിയം അല്ലെ. അപ്പൊ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ അത് റൈറ്റ് ആംഗിൾസിൽ ബൈസെക്ട് ചെയ്യുന്നു. അപ്പൊ റൈറ്റ് ആംഗിൾസിൽ ബൈസെക്ട് ചെയ്യുന്ന രണ്ട് ക്വാഡ്രിലാറ്റേഴ്സിൽ ഒന്ന് സ്ക്വയറും അതുപോലെ തന്നെ ഒന്ന് റോംബസും ആണ് അല്ലെ. രണ്ടും 90 ഡിഗ്രിയിലാണ് ബൈസെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവയുടെ ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രിലാറ്ററൽ മാത്രമേ ഉള്ളൂ? സ്ക്വയറിൽ മാത്രമേ ഉള്ളൂ. റോംബസിൽ ഒരിക്കലും ഡയഗണൽസ് ഈക്വൽ. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if n is a positive integer and 11n plus 120 is divisible by n, then how many values are possible for n? അല്ലെ, n ഒരു പോസിറ്റീവ് ഇന്റിജർ ആണ്. 11n plus 120 എന്ന് പറയുന്നത് is completely divisible by n ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിന് എത്ര വാല്യൂസ് പോസിബിൾ ആയിട്ടുണ്ടാകും? അപ്പോൾ ഇവിടെ നമുക്കറിയാം 11n by n plus 120 by n അല്ലെ. ഇത് ഓൾറെഡി എന്താണ്? 11 ഡിവിസിബിൾ ആണ്. പിന്നെ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത് 120 by n ആണ്. അപ്പം n ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനർത്ഥം n must be എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഡിവൈസർ ഓഫ് 120 ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 120യുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. 120 260 2 വരും, 30 215 അതുപോലെ തന്നെ 3. സോ നമുക്ക് 150 എഴുതാൻ പറ്റും. 2 ക്യൂബ് ടൈംസ് 3 ടൈംസ് 5. 3യുടെ പവർ 1 ആണ്, 5യുടെ പവറും എന്താണ്? 1 ആണ്. സോ നമ്പർ ഓഫ് ഡിവൈസേഴ്സ്, നമ്പർ ഓഫ് പോസിറ്റീവ് ഡിവൈസേഴ്സ് ഈസ് ഈക്വൽ ടു 3 plus 1 times 1 plus 1 times 1 plus 1, അതായത് പവർ പ്ലസ് 1. This is equal to 4 times 2 times 2 is equal to 16. So, n എത്ര possible values വരാം? 16 values വരാം. ഓപ്ഷൻ ബി ആയിരിക്കും correct. If p is the third proportional to 3 and 9, then what is the fourth proportional to 6, p and 4? For third proportion a, b, c നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് a is to b is equal to b is to c. That means b square എന്ന് പറയുന്നതായിരിക്കും a c. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ 3 is to 9 is equal to 9 is to p എന്ന് എടുത്താൽ 3p is equal to 9 times 9. So p എന്ന് പറയുന്നത് 3 times 9 ആയിരിക്കും is equal to 27. Next, അതിന്റെ തന്നെ next part. What is the fourth proportion to 6p and 4? Fourth proportional is equal to 6 is to p is equal to 4 is to x. X ആണ് നമ്മുടെ fourth proportion. So നമ്മൾ again apply ചെയ്യുന്നു. p times 4 is equal to 6 times x. x എന്ന് പറയുന്ന p എത്രയാണ് വാല്യൂ? 27 times 4 by 6. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നു? 18. സോ 18 ആയിരിക്കും ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. The area of largest circle that can be drawn inside a rectangle with sides 18 cm by 14 cm is 80 cm ലെങ്ത് ആണ്, 40 cm ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സർക്കിളിന്റെ ലാർജസ്റ്റ് സർക്കിളിന്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പം ഈ കേസിൽ എപ്പോഴും ശ്രദ്ധിക്കുക, സ്മോളസ്റ്റ് സൈഡ് എന്ന് പറയുന്നതായിരിക്കും ഈ സർക്കിളിന്റെ, ലാർജസ്റ്റ് സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ 2r എന്ന് പറയുന്നത് ഇവിടെ സ്മോളസ്റ്റ് സൈഡ് ഏതാണ്? 14 ആണ്. സോ r എത്രയായിരിക്കും? 7 cm. സോ ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു പൈ r സ്ക്വയർ is equal to 22 by 7 times r എത്രയാണ്? 14. is equal to 7 ഉം 49 cancel ആയി 7 കിട്ടി. So the answer will be 154 centimeters. Option B ആയിരിക്കും correct answer. A certain sum amounts to rupees 11,979 in 3 years at the rate of 10% per annum compounded annually. What is the value of principal? So 10% എന്ന് പറയുന്നത് 1 by
So 10 principal amount, 11 അപ്പോൾ എന്താവും amount ആവും അല്ലെ. ഇത് principal, ഇത് അപ്പൊ 3 years എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 10 square 11 square. 3 years ആകുമ്പോൾ 10 cube 11 cube. Okay. So 11 cube ആണ് നമുക്ക് തന്നിരിക്കുന്നത് 11979. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 cube ആണ് കണ്ടുപിടിക്കേണ്ടത്. So that means 11979 by 11 cube എന്ന് പറയുന്നത് എത്രയാണ്? 1331. Okay. ഒരു ഏകദേശം 28, 25 വരെയുള്ള ക്യൂബ്സുകളും കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും. ഇത് എത്ര വരും? ടൈംസ് 1000. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000. So 1331 times 9 എന്ന് പറയുന്നതാണ് 1179. ഇത് എത്ര കിട്ടും നമുക്ക്? 9000. So 10 cube എന്ന് പറയുന്നതായിരിക്കും അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട്. So ഇവിടെ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. A person was driving towards a hill in a horizontal line. When his car was at point A, the angle of elevation of top of hill was 30 degree, but when car was at B, angle changed to 45 degree. If the distance between A and B is 56 meters, then what is the height of the hill in meters? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ആംഗിൾ ഓഫ് എലിവേഷൻ വരാം, ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരാം. അപ്പൊ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫിഗർ കറക്റ്റ് ആയിട്ട് വരച്ചില്ലെങ്കിൽ, ആംഗിൾസ് കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ ആൻസറും ഡിഫറെന്റ്. സോ ഇതിന്റെ ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കി വരയ്ക്കുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഒരു ഹില്ലിന്റെ ടോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ എ എന്ന പോയിന്റിൽ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ഹിൽ 30 ഡിഗ്രി. ഇതാണ് 30 ഡിഗ്രി, ഇത് പോയിന്റ് എ. ഇനി ബി എന്ന പോയിന്റ് ആംഗിൾ ചേഞ്ച് ചെയ്യും. ആ ആംഗിൾ ഇവിടെ ആയിരിക്കും, അത് 45 ഡിഗ്രി ആണ് ആംഗിൾ ബി. സോറി, പോയിന്റ് ബി ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 56 മീറ്റർ. ഇത് നമ്മുടെ ഡിസ്റ്റൻസ് 56 മീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ? ഇത് 2-3 രീതിയിൽ ചെയ്യാം. ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട്, അതായത് tan 30 എടുക്കുക, അതുപോലെ tan 45 എടുക്കുക, അത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. എച്ച് എന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ട്. പക്ഷെ കുറച്ചുകൂടി ഈസി മെത്തേഡിൽ നമുക്കിത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുള്ള റേഷ്യോസ് വെച്ചിട്ട്. ഓക്കെ, അതായത് tan 45 നമുക്കറിയാം 1 ആണ്. 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ 1 എഴുതി, ഇവിടെയും എന്താണ് 1 ആണ്. tan 30 നമുക്കറിയാം 1/√3. അപ്പൊ ഇത് 1 ആണ് ഓപ്പോസിറ്റ്. പിന്നെ അഡ്ജസൻറ്റ് സൈഡ് √3 എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ വാല്യൂ √3 അല്ലെ. അപ്പം ഇത് ഫുൾ √3 ആണ്, ഇത്രയും ഭാഗം 1 ആണ്. അപ്പൊ 56 എന്ന് പറയുന്നത് എന്തായിരിക്കും? √3 - 1 എന്ന് പറയുന്നതായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് 1 ആണ്. അപ്പൊ ഇതിൽ നിന്ന് 1 കിട്ടാൻ എന്ത് ചെയ്യണം? 56/√3 എന്ത് ചെയ്യാം? മേളും താഴെ √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. This is equal to 56 √3 + 1 by, ഇത് a + b to a - b ആണ്. a² - b² കൊടുക്കുമ്പോൾ 3 - 1 2. This is equal to 28 √3 + 1 meter. അതായിരിക്കും 1 എന്ന് പറയുന്നത്. 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ഹിൽ. സോ നമ്മുടെ ആൻസർ ഇവിടെ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും, 28 times √3 + 1. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഫിഗർ കറക്റ്റ് ആയിട്ട് വരച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. റേഷ്യോസും കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ അത് കുറച്ചുകൂടി ഈസി മെത്തേഡ് ആയിരിക്കും. റേഷ്യോ ഓഫ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ പി ആൻഡ് ക്യൂ. അപ്പോൾ ഒരു എക്സാമിന് പിനും ക്യൂവിനും കിട്ടിയ മാർക്കിന്റെ റേഷ്യോ 4:7 ആണ്. റേഷ്യോ ഓഫ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ പി ടു മാക്സിമം മാർക്സ് 2:5. Find the ratio of marks obtained by Q to maximum. അപ്പൊ നമുക്കറിയാം P/Q 4:7 ആണ്, P/maximum 2:5 ആണ്. അപ്പൊ അതിന്റെ റേഷ്യോ നമ്മൾ സെയിം ആക്കാൻ വേണ്ടി, കാരണം ഒരിടത്ത് P4 ഒരിടത്ത് 2 ആണ്. അപ്പൊ 2 നമ്മൾ 4 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ടൈംസ് വിത്ത് 2. നമുക്ക് എത്ര കിട്ടും? 4:10 കിട്ടും. അപ്പൊ രണ്ടിടത്തും നമുക്ക് എന്താണ്? P കറക്റ്റ് ആയിട്ട് കിട്ടി അല്ലെ. P/Q 4:7 ആണ്, P/maximum എന്താണ്? 4:10 ആണ്. സോ റേഷ്യോ ഓഫ് Q/maximum എന്തായിരിക്കും? Q 7:10 ആയിരിക്കും മാക്സിമം വാല്യൂ. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Anita purchased a chair at 3/5 of its marked price and sold it at the price 20% less than the marked price. Anita's profit
percentage was? So Anita purchase ചെയ്തത് marked price 3/5 ആണ്. So ഞാൻ marked price നെ 5x എന്ന് denote ചെയ്യും. Purchase ചെയ്തു എന്ന് പറയുമ്പോൾ cost price 3/5 ഓ 5x എത്ര വരും? 3x. Sell ചെയ്തത് എത്രയാണ്? 20% less than marked price. അപ്പോൾ selling price എന്ന് പറയുന്നത് 4x ആയിരിക്കും. അതായത് 20% ആണ് 1/5. 1/5 അതായത് marked price 5 ആണെങ്കിൽ 1 കുറവായിരിക്കും അല്ലെ? അപ്പോൾ 4x ലായിരിക്കും sell ചെയ്യുന്നത്. So profit percentage is equal to profit by cost price times 100. Profit ഇവിടെ എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസും അതുപോലെ കോസ്റ്റ് പ്രൈസും തമ്മിലുള്ളത് 3x നാണ് മേടിച്ചത്, 4x നാണ് വിറ്റത്. സോ ഡിഫറൻസ് x, കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 3x ടൈംസ് 100 ഈക്വൽ ടു 100/3%. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഭാഗം സിംപ്ലിഫൈ ചെയ്യും. നമുക്ക് കിട്ടും 1 + 2/1 + 4/3 എന്ന് പറയുന്നത് 7/3 ആണ്. സോ 1 + 3 നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൽ പോയി മൾട്ടിപ്ലൈ ചെയ്യും. സോ 6/7 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 13/17 കിട്ടും. സോ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 + 2/13/17 ആണ് കിട്ടുന്നത്. സോ അഗെയിൻ നമ്മൾ 17 ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14/13 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 39 + 14/13 that is equal to 39 + 10 49 53/13 കിട്ടും. This is equal to mixed fraction ഫോമിലാണ് നമുക്ക് കിടക്കുന്നത്. ഈക്വൽ ടു ചെയ്തപ്പോൾ സോ നമ്മൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 4 and 1/13. സോ എക്സിന്റെ വാല്യൂ എത്രയാണ്? 1. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ് അല്ല 2x ആണ്. സോ 2x is equal to 2 ആയിരിക്കും. കാരണം ഓപ്ഷനിൽ 1ഉം കിടപ്പുണ്ട് 2ഉം കിടപ്പുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം കെയർഫുൾ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന 2x ആണ്. 2xന്റെ വാല്യൂ 2 ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആണ്. റേഷ്യോ ഓഫ് റേഡിയസ് ടു ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ഈസ് 4:5. അപ്പൊ റേഡിയസും അതുപോലെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 11088 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയർ ആണ്, സെന്റിമീറ്റർ ക്യൂബ് അല്ല സർഫസ് ഏരിയയുടെ യൂണിറ്റ്. Then its radius is ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് അതിന്റെ ബേസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ബേസ് ഏരിയാസ് ഉണ്ട് അല്ലെ? അതായത് പ്രിസത്തിന് മേളിലും സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു പ്രിസത്തിന് എക്സാമ്പിൾ ആണ്. അതായത് ബേസിലും ടോപ്പിലും എന്താണ് ഒരു 2D ഫിഗർ ഉണ്ട്, സർക്കിളും. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അതായത് 2πRh പ്ലസ് 2 ബേസ് ഏരിയ എന്ന് പറയുന്നത് ഒരു ബേസ് ഏരിയ എന്താ πr². കാരണം എന്താ സർക്കിൾ ആണ് അല്ലെ? സർക്കിളിന്റെ ഏരിയ πr², രണ്ടെണ്ണം വരുമ്പോൾ 2πr². അതിൽ 2πr കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ h പ്ലസ് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 2πr h plus r is equal to എത്ര തന്നിരിക്കുന്നത്? 11088 എന്നാണ് തന്നിരിക്കുന്നത്. സോ 2πr h plus r എന്ന് പറയുന്നത് 9x എന്ന് കൊടുത്തു is equal to 11088. 2 times 22/7 r എന്ന് പറയുന്നത് 4x times 9x equal to 11080. നെക്സ്റ്റ് നമുക്ക് 9 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ 1232 വരും. അതിനുശേഷം 4 വെച്ച് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യാം. സോ 4308 വരും. നമുക്ക് എത്ര കിട്ടും? 44x² is equal to 308 കിട്ടും. സോ 44 times 7 ആണ് 308. സോ x² എന്ന് പറയുന്നത് 49, x എന്ന് പറയുന്നത് 7. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ആണ്. സോ റേഡിയസ് എന്ന് പറയുന്നത് 4x ആണ്, അല്ലെങ്കിൽ 4 times 7 എത്രയാണ്? 28 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. a plus b 90 ഡിഗ്രി തന്നിട്ടുണ്ട്. 1 plus sin a minus cot b times tan a by sin b minus 1 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ a plus b 90 ഡിഗ്രി ആണ് നമുക്കറിയാം. sin a എന്ന് പറയുന്നത് cos b ആയിരിക്കും. അതുപോലെ tan a എന്ന് പറയുന്നത് cot b ആയിരിക്കും. sec a എന്ന് പറയുന്നത് cosec b ആയിരിക്കും. നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഹിസ് ഈക്വൽ ടു 1 plus
സൈൻ എ കോട്ട് ബിനെ ഞാൻ ടാൻ എ എന്ന് കൊടുത്തു ടൈംസ് ടാൻ എ. അപ്പോൾ ഡിനോമിനേറ്റർ സൈൻ ബി എന്ന് പറയുന്നതിന് പകരം കോസ് എ മൈനസ് 1 എന്ന് കൊടുത്തു. ഇസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ മൈനസ് സൈൻ എ ബൈ കോസ് എ times tan A the whole divided by cos A minus 1. 1 plus sin A ഞാൻ ന്യൂമറേറ്റർ കോമൺ എടുത്താൽ 1 minus 1 by cos A times tan A by cos A minus 1 എന്ന് കിട്ടും. അതിനുശേഷം 1 പ്ലസ് സൈൻ എ നമ്മൾ ഓൾറെഡി കോമൺ എടുത്തു. ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കോസ് എ മൈനസ് 1 ബൈ കോസ് എ ടൈംസ് ടാൻ എ വരും. അതില് ഈ സൈൻ എ ബൈ കോസ് എ ഇതിനെ നമുക്ക് ഒരുമിച്ച് എടുക്കാലോ. ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എ ടൈംസ് കോസ് എ മൈനസ് 1 ബൈ ടാൻ എ എന്ന് പറയുമ്പോൾ ടാൻ സ്ക്വയർ ആയി. ഇത് ന്യൂമറേറ്റർ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തു പോയത്. ഇതിനൊരു ഡിനോമിനേറ്റർ ഭാഗം കൂടി ഉണ്ടായിരുന്നു. 1 പ്ലസ് ടാൻ സ്ക്വയർ എ ടൈംസ് കോസ് എ മൈനസ് 1. ഡിനോമിനേറ്റർ നമ്മൾ നേരത്തെ എന്താ ചെയ്തിരുന്നത്? ബൈ ഒരു കോസ് എ മൈനസ് 1 ഉണ്ട് അല്ലേ. ഇതും എന്തായി? ക്യാൻസൽ ആയി. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ എ ആണ്. നമ്മുടെ ഓപ്ഷൻസിൽ സീക് സ്ക്വയർ എന്നല്ല ബിയിലുള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ സീക് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? കൊസീക് സ്ക്വയർ ബി ആയിരിക്കും. സോ അതായിരിക്കും ഇതിന്റെ ആൻസർ. The length and height of a cuboid are 2 times and 1.5 times of its breadth respectively. Breadth, length and height are decreased by 40%, 20% and 30% respectively. Then by what percentage the volume of the cuboid will be decreased? So for example, നമുക്ക് breadth ഒരു 10 centimeter എന്ന് കൊടുക്കാം. സോ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ടൈംസ് ആയതുകൊണ്ട് തന്നെ 20 സെന്റിമീറ്റർ ആയിരിക്കും. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1.5 ടൈംസ് ആയതുകൊണ്ട് തന്നെ 15 സെന്റിമീറ്റർ. ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എ ക്യൂബോയിഡ് L ടൈംസ് B ടൈംസ് H ആണ്. സോ 10 ടൈംസ് 20 ടൈംസ് 15 എന്ന് പറയുമ്പോൾ 3000 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ. ഇനി ഇവിടെ സംഭവിച്ചിരിക്കുന്ന ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം കുറഞ്ഞു. അപ്പൊ ബ്രെഡ്ത്ത് എത്ര കുറഞ്ഞു? 40% കുറഞ്ഞു. അപ്പൊ ബ്രെഡ്ത്ത് എത്രയായി? 60 by 100 ഓഫ് 10 ആയി. അത് എത്ര വരും? 6 സെന്റിമീറ്റർ. അതുപോലെ തന്നെ നെക്സ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയായി? 20% കുറഞ്ഞു. അപ്പൊ 80% ഓഫ് 20 ആയി. അത് എത്ര കിട്ടി? 16 സെന്റിമീറ്റർ കിട്ടി. ഹൈറ്റ് എത്ര വന്നു? 30% കുറഞ്ഞു. അതായത് 70% ഓഫ് 15. അത് നമുക്ക് 10.5 സെന്റിമീറ്റർ കിട്ടും. ഇത് ഹൈറ്റ് ആണ്. H. ഓക്കെ. ഇതില് ഇപ്പൊ വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ടൈംസ് ബ്രെഡ്ത്ത് ടൈംസ് ഹൈറ്റ് എന്ന് പറയുന്നത് 6 ടൈംസ് 16 ടൈംസ് 10.4 ആണ്. ഇത് 96 ടൈംസ് 10.5നെ 105 by 10 എന്ന് കൊടുക്കാം. 5 21 വരും. 5 2 ഇവിടെ 48 വരും. 48 ടൈംസ് 21 എന്ന് പറയുന്നത് 1008 സെന്റിമീറ്റർ ക്യൂബ്. പെർസെന്റേജ് എത്ര പെർസെന്റേജ് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ പെർസെന്റേജ് ഈസ് ഈക്വൽ ടു 3000 മൈനസ് 1008. നമുക്ക് എത്ര കിട്ടും? 2991 ബൈ എന്താണ്? 3000 ആണ് അല്ലെ ഒറിജിനൽ ടൈംസ് 100. This is equal to 1992 by 30 is equal to 66.4% ഡിക്രീസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കൊസിക് തീറ്റ ടാൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോട്ട് തീറ്റ കണ്ടുപിടിക്കുക. ഈസി മെത്തേഡ് നമുക്ക് തീറ്റയുടെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് തന്നെ തീറ്റ ആദ്യമേ തന്നെ അതിന്റെ വാല്യൂസ് നമുക്കൊന്ന് സൈഡിൽ എഴുതി വെക്കാം. 30 അതുപോലെ തന്നെ 60 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ഇവിടെ 2 ഇവിടെ √3. ഓക്കെ. അപ്പൊ നമുക്കറിയാം കൊസിക് തീറ്റ. കൊസിക് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയുടെ ഓപ്പോസിറ്റ്, സൈൻ 60യുടെ ഓപ്പോസിറ്റ്. അപ്പൊ നമുക്ക് 2/√3 വരും. 2/√3 ടൈംസ് ടാൻ തീറ്റ ടാൻ 60 √3 മൈനസ് സൈൻ തീറ്റ എന്ന് പറയുന്ന √3/2 ടൈംസ് 1/√3.
root 3 cancel ആയി, ഇവിടെയും root 3 cancel ചെയ്തു. is equal to 2 minus 1 by 2 is equal to 3 by 2. 3 by 2 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇത് അങ്ങനെയല്ല എന്നാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടും എടുക്കാം. അത് പക്ഷെ കുറച്ച് ലെങ്തി ആണ്, അപ്പൊ അതുകൂടെ കാണിച്ചു തരാം. അതായത് കൊസിക് തീറ്റനെ 1 by sin തീറ്റ എന്ന് എടുത്തു, ടാൻ തീറ്റനെ sin തീറ്റ by cos തീറ്റ എടുത്തു, മൈനസ് സൈൻ തീറ്റ കോട്ട് തീറ്റനെ കോസ് തീറ്റ ബൈ സൈൻ. ഇവിടെയും നമുക്ക് സൈനും സൈനും ക്യാൻസൽ ആയി, സൈനും സൈനും ക്യാൻസൽ ആയി. നമുക്ക് എത്ര കിട്ടും? 1 by cos തീറ്റ മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 1 minus cos square theta by cos theta. 1 minus cos square theta എന്ന് പറഞ്ഞാൽ sin square theta by cos theta. ഇതിനെ നമുക്ക് sin theta by cos theta, അതായത് tan theta times sin theta എന്ന് എടുക്കാം. സോ tan theta എന്ന് പറയുന്നത് എന്താ? tan 60. tan 60 എന്ന് പറയുന്നത് √3 times sin 60 എന്ന് പറയുന്നത് √3 by. സോ ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/2. അപ്പൊ അവിടെ നമുക്ക് സെയിം ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെ അല്ലാന്നാണെങ്കിൽ നമുക്ക് അറിയുന്ന വാല്യൂസ് ആണ്, അതായത് ആംഗിൾസ് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് റേഷ്യോസ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസിയിൽ ചെയ്യാൻ. ട്രയാങ്കിൾ പി ക്യു ആർ തന്നിട്ടുണ്ട്. എസ് ആൻഡ് ടി ആർ 2 points on പി ക്യു ആൻഡ് പി ആർ റെസ്പെക്റ്റീവ്ലി ആൻഡ് എസ് ടി ഈസ് പാരലൽ ടു ക്യു ആർ. അപ്പൊ നമുക്ക് ആദ്യം ആ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. എസ് ടി പാരലൽ എന്ന് പറയുമ്പോൾ എസ് ടി ഞാൻ എങ്ങനെ എടുത്താൽ പാരലൽ ടു ക്യു ആർ, അതിനർത്ഥം ഇതായിരിക്കും പി. The bisector of angle P meets the point U at QR. QR ൽ മീറ്റ് ചെയ്യുന്നത് U എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. ഓക്കെ, പി എസ് നമുക്ക് 16 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പി ടി എന്ന് പറയുന്നത് 8 ആണ്, ക്യു ആർ എന്ന് പറയുന്നത് 42 സെന്റിമീറ്റർ. സോ വാട്ട് ഇസ് ദ മെഷർ ഓഫ് യു ആർ? യു ആറിന്റെ മെഷർ ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇതിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യണം. ആദ്യമേ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആണ്. അപ്പൊ അതനുസരിച്ച് ഒരു സൈഡിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ, ഒരു ട്രയാങ്കിളിന്റെ മറ്റ് സൈഡ്സിനെ പ്രൊപ്പോർഷണലി ആയിട്ടായിരിക്കും കട്ട് ചെയ്യും. അതായിരിക്കും അതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് അക്കോർഡിംഗ് ടു ദ BPT അല്ലെങ്കിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ച് പി എസ് ബൈ എസ് ക്യു എന്ന് പറയുന്നത് പി ടി ബൈ ടി ആർ ആയിരിക്കും അക്കോർഡിംഗ് ടു BP. ഓക്കെ, അപ്പം ഇത് നമുക്കറിയാം പി എസിന്റെ വാല്യൂ 16 ആണ്. 16 ബൈ എക്സ് ക്യൂ ഇസ് ഈക്വൽ ടു പി ടി 8 ആണ്, 8 ബൈ ടി ആർ. സോ നമുക്ക് ടി ആർ ബൈ എസ് ക്യൂ ഇസ് ഈക്വൽ ടു 8 ബൈ 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ. അതായത് എസ് ക്യൂ എന്ന് പറയുന്നത് 2 ടൈംസ് ടി ആർ ആണ്. ഇതാണ് നമുക്ക് ആദ്യം കിട്ടും. സോ നമുക്കറിയാം പി ക്യൂ ബൈ പി ആർ എന്ന് പറയുന്നത്, പി ക്യൂ ബൈ പി ആർ. പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? പി എസ് പ്ലസ് എസ് ക്യൂ ബൈ പി ടി പ്ലസ് ടി ആർ ആണ്. അപ്പൊ പി എസ് നമുക്കറിയാം 16 ആണ്, 16 പ്ലസ് എസ് ക്യൂവിന് പകരം 2 ടി ആർ കൊടുത്തു, ബൈ പി ടി എന്ന് പറയുന്നത് 8 പ്ലസ് ടി ആർ. മേലെ നമ്മൾ 2 പുറത്തെടുത്തു, സോ ബ്രാക്കറ്റിന്റെ അകത്ത് 8 പ്ലസ് ടി ആർ വന്നു, ഡിനോമിനേറ്ററിൽ 8 പ്ലസ് ടി ആർ. സോ ഇത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ എത്ര കിട്ടും? 2/1. 2/1 ആയിരിക്കും കിട്ടും. അപ്പൊ അവിടെ വരെ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആംഗിൾ ബൈസെക്ടർ തിയറം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ ആംഗിൾ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ എങ്ങനെയായിരിക്കും? അതർ 2 സൈഡ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ഫിഗർ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കാം. ഇവിടെ പാരലൽ ആയി നമ്മൾ പറഞ്ഞു എസ് ടി ആണല്ലേ. എസ് ടി പാരലൽ ടു എന്തിനായിരുന്നു? ക്യൂ ആർ ആയിരുന്നു. അപ്പൊ ഈ സൈഡ് പി വരും, കട്ട് ചെയ്യുന്നത് യു. നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടിയത് പി ക്യൂ ബൈ ക്യൂ ആർ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 2/1. അപ്പൊ നമ്മുടെ ആംഗിൾ ബൈസെക്ടർ തിയറം ഇവിടെ യൂസ് ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ആംഗിൾ ബൈസെക്ടർ തിയറം, QU by UR is equal to PQ by PRI. So Q U by UR എന്ന് പറയുന്നത് എന്താണ്? 2/1. സോ ഇത് നമുക്ക് UR ന്റെ ഡിസ്റ്റൻസ് കിട്ടും എത്രയാണ്? 1/2.
whole 3 times QU ന്റെ നമുക്ക് തന്നിട്ടുണ്ട് 42 is equal to 14 centimeter ആയിരിക്കും ക്വസ്റ്റ്യന്റെ ആൻസർ. Radius of a circle is 10.5 centimeter and an arc subtends an angle of 48 degree at the center of the circle. Then what is the length of that? അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ഒരു ആർക്ക് സെന്ററിൽ കൊടുക്കുന്ന ആംഗിൾ അത് 48 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 10.5, 10. Length of the arc. So length of the arc is equal to theta by 360 times 2 pi r. Theta ഇവിടെ 48 by 360 times 2 times 22 by 7. 10.5 ആണ് റേഡിയസ്, അതിനെ ഞാൻ 105 by 10 എന്ന്. കുറച്ചൊരു സിംപ്ലിഫിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിവിടെ 12 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 4, ഇവിടെ 30 കിട്ടും, 15 കിട്ടും, 21, 3, 7, 3, 3 ക്യാൻസൽ ആയി. നമുക്ക് എത്ര കിട്ടും? 88 by 10 എന്ന് കിട്ടും. So that is equal to 8.8 centimeter. അതായിരിക്കും ലെങ്ത് ഓഫ് ആർക്ക്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. A container has 42 liter of mixture of liquids X and Y in the respective ratio of 3.4. അപ്പൊ കണ്ടെയ്നറിൽ ടോട്ടൽ 42 ലിറ്റർ ആണുള്ളത്. അതിൽ എക്സിന്റെയും വൈന്റെ റേഷ്യോ 3:4. അപ്പൊ എക്സും വൈയും എത്രയായിരിക്കും വരുന്നത്? 3ഉം 4ഉം ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 3/7 of 42 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ലിറ്റർ വരും. അതുപോലെ തന്നെ വൈ 4/7 ആയിരിക്കും, അതായത് 24 ലിറ്റർ ആയിരിക്കും വൈ. Okay. A jar which had 10 liter of mixture of liquid X and Y was emptied into container. ഒരു ജാറിൽ 10 ലിറ്റർ ഓഫ് മിക്സ്ചർ ഉണ്ട്, ലിക്വിഡ് എക്സ് ആൻഡ് വൈ തന്നെ. അപ്പൊ അതെന്ത് ചെയ്തു? കണ്ടെയ്നറിലോട്ട് എംപ്റ്റി ചെയ്തു. അതിന് പ്രകാരം റിസൾട്ട് എന്ത് സംഭവിച്ചു? കണ്ടെയ്നറിൽ എക്സ് ആൻഡ് വൈന്റെ റേഷ്യോ 11:15 അല്ലെ. അതായത് ടോട്ടൽ, അതായത് കണ്ടെയ്നർ ജാറിൽ ഉണ്ടായിരുന്നത് കൂടി കണ്ടെയ്നറിലോട്ട് വരുമ്പം, ജാറ് പ്ലസ് കണ്ടെയ്നറിൽ വരുമ്പം ടോട്ടൽ എത്രയായി? 42 ലിറ്ററിന്റെ കൂടെ 10 ലിറ്റർ കൂടെ ആഡ് ചെയ്യുമ്പോൾ 52 ലിറ്റർ ആയി അല്ലെ. അപ്പൊ അതിന്റെ റേഷ്യോ എക്സ് ആൻഡ് വൈ 11:15 എന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഈ മിക്സ്ചറിൽ എക്സിന്റെ റേഷ്യോ ഇപ്പൊ എത്ര? 11/26 times 52 വരും. അതായത് 22 ലിറ്റർ എക്സും വൈ ആണെങ്കിൽ 30 ലിറ്റർ. ഓക്കെ. വാട്ട് വാസ് ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് വൈ ഇൻ ജാർ? ഇപ്പൊ വൈയില് ജാറില് ലിക്വിഡ് വൈയുടെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? അപ്പൊ ആദ്യമേ 24 ലിറ്റർ ആയിരുന്നു. അപ്പൊ ജാറിന്റെ അകത്ത് 10 ലിറ്റർ ഓഫ് മിക്സ്ചർ ഉണ്ടായിരുന്നു. അതിൽ വൈ എത്രയാണ്? 30 ലിറ്റേഴ്സ് കണ്ടെയ്നറിലോട്ട് ഇട്ടു. അതിന് പ്രകാരം എന്താ സംഭവിച്ചത്? കണ്ടെയ്നറിൽ അതിന്റെ റേഷ്യോ 11:15 ആയി. അപ്പൊ ലിക്വിഡ് വൈ, ജാറിലെ ലിക്വിഡ് വൈ എന്തോരമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്? അതാണ് ക്വാണ്ടിറ്റി ഓഫ് വൈ ഇൻ ജാർ എന്ന് പറയുന്നത്. ഒഴിച്ച ശേഷം അത് 30 ലിറ്റർ ആയി, അതിന് മുന്നേ 24 ലിറ്റർ ആയി. സോ 30 minus 24 that is equal to 6 ലിറ്റർ ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് ജോമെട്രി ബേസ്ഡ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് വൈ സെഡ് ഉണ്ട്, പോയിന്റ് എസ് സർക്കം സെന്റർ ആണ്. ആദ്യമേ ഒരു സർക്കിൾ വരയ്ക്കാം. ഇതാണ് ട്രയാങ്കിൾ എക്സ് വൈ സെഡ്. എസ് എന്ന് പറയുന്നത് അതിന്റെ സർക്കം സെന്റർ ആണ്. എക്സ് വൈ ഇസെഡ് തന്നിരിക്കുന്നത് എക്സ് വൈ ഇസെഡ്. എക്സ് വൈ ഡബ്ല്യു, ഡബ്ല്യു എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുന്നു, ഇത് മീറ്റ് ചെയ്യുന്നത് ഡബ്ല്യുവിലാണ്. സോ എക്സ് വൈ ഇസെഡ് ഈ ആംഗിൾ, ടോട്ടൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 66 ഡിഗ്രി തന്നിട്ടുണ്ട്. സർക്കം സെന്റർ വരുമ്പോൾ നമുക്കറിയാം ആംഗിൾ വൈ എസ് ഇസെഡ് ഈസ് ഈക്വൽ ടു 2 times ആംഗിൾ വൈ എക്സ് ഇസെഡ്. സോ ആംഗിൾ വൈ എക്സ് ഇസെഡ് എന്ന് പറയുന്നത് ഈ ആംഗിൾ നമുക്ക് 114 എന്നാണ് തന്നിരിക്കുന്നത് ആംഗിൾ ഇറ്റ് ഈസ്. സോ 114/2.
is equal to 57. ഇനി കൺസിഡർ ചെയ്യുക, നമുക്ക് ഈ ഒരു ആംഗിൾ ഫുൾ ആംഗിൾ എത്ര കിട്ടിയത്? 57 ഫുൾ ആംഗിൾ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന WX Z ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫുൾ ആംഗിൾ 57 ആണ്. ഇത്രയും ആംഗിൾ കിട്ടണമെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾ കിട്ടിയിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ അതാണല്ലോ എളുപ്പം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുക ട്രയാങ്കിൾ XWY is equal to 180 കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതില് ആംഗിൾ YXW is equal to 180 degree minus 66 degree plus 98 degree is equal to 180 degree minus 156 degree is equal to 24 degree. നമുക്ക് ആംഗിൾ 24 degree കിട്ടി. So angle WXZ is equal to 57 degree minus 24 degree, that is equal to 33. Option D ആയിരിക്കും correct. ST is the chord of a circle with the US center. സർക്കിൾ വരച്ചു. ST എന്ന് പറയുന്നത് ഒരു കോഡാണ്. സെന്റർ എന്ന് പറയുന്നത് U. V is a point on the circle such that UV is perpendicular to UV. V എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ഇത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ. UV ഇന്റർസെക്ട് ST ആയിട്ട് W. VW എന്ന് പറയുന്നത് 6, ST എന്ന് പറയുന്നത് ഫുള്ള് 18. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടു. നമുക്ക് മൊത്തം നമ്മൾ റേഡിയസിനെ ഒരു R എന്ന് ഡിനോട്ട് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന UV പെർപെൻഡിക്കുലർ ടു ST ആണ്. സോ SW എന്ന് പറയുന്നതും WT എന്ന് പറയുന്നതും 18/2 നേരെ എന്തായാലും ഹാഫ് ആയിരിക്കും, അതായത് 9 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, UV എന്ന് പറയുന്നത് 6 ആണ്. UW എന്ന് പറയുന്നത് R-6 ആയിരിക്കും. ഇനി കൺസിഡർ ട്രയാങ്കിൾ UWS, അതായത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. അതിൽ R² is equal to R-6 the whole square plus 9. So R² is equal to R² minus 12R plus 36 plus 81. അതിൽ R ക്യാൻസൽ ചെയ്തു. 12R is equal to 117. R is equal to 117/12. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡയമീറ്റർ. So diameter is equal to 2 times R, 117/6 is equal to 19.5 centimeter ആയിരിക്കും ഡയമീറ്റർ. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ ഒരു കമ്പനിയുടെ ജൂൺ മന്തിലെ എക്സ്പെൻഡിച്ചർ ആണ് തന്നിരിക്കുന്നത് 4,60,000. ഔട്ട് ഓഫ് വിച്ച് 1,84,000 ലേബർ കോസ്റ്റ്, അതുപോലെ തന്നെ 1,357,000 റോ മെറ്റീരിയൽ, 64,400 മാർക്കറ്റിംഗ് കോസ്റ്റ്, റെസ്റ്റോറന്റ് റെന്റ് ഓഫ് ദ ഓഫീസ്. വാട്ട് പെർസെന്റേജ് ഓഫ് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഓൺ റെന്റ് ഓഫ്. അപ്പൊ അതിനാദ്യമേ നമ്മൾ 184,000 പ്ലസ് 135,700 പ്ലസ് 64,400 മൂന്നൂടെ ആഡ് ചെയ്താൽ നമുക്ക് മൂന്നിലും എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇത് എത്ര വരും? 38,410. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 46,000 ആണ്. അതിൽ നിന്നും ഇതിന്റെ മൂന്നിന്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. ഇത് എത്ര കിട്ടും? 75,900. അപ്പൊ ഈ ഒരു കോസ്റ്റ് ആയിരിക്കും റെന്റ് ഓഫ് ഓഫീസ്. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പെർസെന്റേജ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ റെന്റ് ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 75,900 ബൈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 46,000 ടൈംസ് സീറോസ് ക്യാൻസൽഡ് ആയി, ഈ രണ്ട് സീറോയും ക്യാൻസൽ. സോ ഇത് വരും 759 ബൈ 46 equal to 46,1 16.5% ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്.
20 ഓവർ മാച്ചിൽ റിക്വയർഡ് റൺ റേറ്റ് ടു വിൻ 6.2 ആണ്. 16th ഓവർ കഴിഞ്ഞപ്പോൾ റൺ റേറ്റ് 7 ആണെങ്കിൽ മാച്ച് വിൻ ചെയ്യാൻ എടുക്കുന്ന റൺ റേറ്റ് എത്രയാണ്? സോ നമുക്കറിയാം ടോട്ടൽ റൺ റേറ്റ് എന്ന് പറയുന്നത് 6.2 ആണെങ്കിൽ ടോട്ടൽ റൺസ് എന്ന് പറയുന്നത് ആ കേസിൽ ടോട്ടൽ റൺസ് എന്ന് പറയുന്നത് റൺ റേറ്റ് 6.2 ടൈംസ് 20 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 124. അതാണ് 20 മാച്ചസിൽ ടോട്ടൽ റൺസ്. റൺ റേറ്റ് is 7 at the end of 16 over. അപ്പോൾ ടോട്ടൽ റൺസ് at 16th over അപ്പോൾ എത്രയായിരിക്കും? 16 ടൈംസ് 7 is equal to 112. ടോട്ടൽ റൺസ് 124 എന്താണ്? 20 ഓവർ മാച്ചിൽ അല്ലെ? 16th ഓവർ കഴിയുമ്പോൾ 112 ആയി. ഇപ്പൊ ബാലൻസ് എത്ര ഓവർ ഉണ്ട്? 4 ഓവർ ഉണ്ട്. അപ്പൊ റിക്വയർഡ് റൺ റേറ്റ് ഈസ് ഈക്വൽ ടു ബാലൻസ് എത്ര റൺസ് ഉണ്ട്? 12 by 4 is equal to 3 ആയിരിക്കും. റൺ റേറ്റ് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. A thief steals a mobile from a man at 4:08 PM. അതായത് 4:08 PM ഒരു തീഫ് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. എന്നിട്ട് 12 km/h ഓടാൻ തുടങ്ങി. അപ്പൊ ഒരു പോലീസുകാരൻ ഈ വിവരം അറിഞ്ഞു. അത് 4:23 അദ്ദേഹം ഈ വിവരം അറിയുന്നത്. അദ്ദേഹം ചേസ് ചെയ്യുന്നത് സൈക്കിൾ at 17 km/h. അപ്പൊ ഏതൊരു ടൈമിലായിരിക്കും ഈ പോലീസ്മാൻ ഈ തീഫിനെ പിടിക്കുന്നത്? അതാണ് നമുക്കിവിടെ കണ്ടത്. അപ്പൊ 4.48 മുതൽ 4:23 വരെ നമുക്കറിയാം 15 മിനിറ്റ്സ് ആണ്. 15 മിനിറ്റ്സ്. ഈ 15 മിനിറ്റ്സ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കള്ളൻ റൺ ചെയ്തു? ഡിസ്റ്റൻസ് traveled by 3 in for 15 minutes അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എന്ന് പറയുന്നത് കള്ളന്റെ 12 km/h. ടൈം 15 മിനിറ്റ്സ് ആണ്. അത് നമ്മൾ അവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ by 60 ഈസ് ഈക്വൽ ടു എത്ര വരും? 3 km. ഇനി നമുക്ക് കണ്ടുപിടിക്കണം പോലീസ്മാൻ ഇത് അറിഞ്ഞു, അദ്ദേഹം ചേസ് ചെയ്യാൻ 70 km. അപ്പൊ ഇവിടെ വരുന്നത് സെയിം ഡയറക്ഷനിലാണല്ലോ പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലല്ലോ. കള്ളന്റെ പുറകെ അല്ലേ പോലീസ് ഓടുന്നത്. അപ്പൊ അവരുടെ ഒരു റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് അവയുടെ ഡിഫറൻസ് ആയി. അതായത് 17 മൈനസ് 12 5 km/h. ഓക്കെ. അപ്പൊ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് എത്രയാണ്? 3 km ബൈ സ്പീഡ് 5 km/h. ഇതിനെ ഞാൻ മിനിറ്റോട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 36 മിനിറ്റ്സ് കിട്ടും. 36 മിനിറ്റ്സ് കിട്ടി അല്ലെ? 4:23 പോലീസുകാരൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് 36 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞായിരിക്കും കള്ളനെ കിട്ടുന്നത്. അതായത് 4 അവർ എത്രയായിരിക്കും? 59 മിനിറ്റ്സ്. അതായത് 4.59 PM കള്ളനെ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. വോളിയം ഓഫ് എ കോൺ എന്ന് പറയുന്നത് is equal to volume of a cylinder of 9 cm. Volume of a cone equation 1/3 pi r square h is equal to volume of a cylinder pi r square h. r തന്നിട്ടുണ്ട് 81 times height 6. Radius of a cone എന്ന് പറയുന്നത് radius of a cone is half of height ആണ്. അതായത് height എന്ന് പറഞ്ഞാൽ 2r. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് height ആണ്. ഇവിടുന്ന് നമുക്ക് പൈയും ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ r സ്ക്വയർ hനെ നമുക്ക് 2r equal to 3 times 81 times 6 വരും. അപ്പം r cube is equal to 9 times 81. സോ r എന്തായിരിക്കും? 9 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുന്നത്. അതായത് 9 times 81ന്റെ ക്യൂബ് റൂട്ട് എടുത്തു, അത് 9 സെന്റിമീറ്റർ. സോ ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 times r is equal to 18 സെന്റിമീറ്റർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ബി എന്ന് പറയുന്നത് എനേക്കാളും 30% മോർ എഫിഷ്യന്റ് ആണ്. സോ എ ഈസ് ടു ബിനെ ഞാൻ 100 ഈസ് ടു 130 അതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് 10 ഈസ് ടു 30 എന്ന് കൊടുത്തു. എ ഈസ് ടു. അതുപോലെ തന്നെ സിനേക്കാളും 30% കുറവാണ് ബി. അപ്പൊ ബി ഈസ് ടു സിനെ ഞാൻ 70 ഈസ് ടു 100 ഞാൻ സിംപ്ലിഫൈ ചെയ്ത് 7 ഈസ് ടു 10 എന്ന് എഴുതി. അപ്പൊ എനിക്ക് എന്തൊക്കെ കിട്ടി? എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു
10:13 കിട്ടി. B is to C is equal to 7:10. So A is to B is to 7 എന്ത് വരും? 70 is to 91 is to 130 ആയിരിക്കും മൂന്ന് പേരുടെയും എഫിഷ്യൻസി അല്ലേ. പിന്നെ പറയുന്നത് A alone can do 75% of work in 19.5. അപ്പൊ എക്ക് 75%, അതായത് 3/4 വർക്ക് ചെയ്യാൻ വേണ്ടി 19.5 ഡേയ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര ഡേയ്സ് വരും? 19.5 ടൈം ഡിവൈഡ് ബൈ 4, 3/4. അപ്പൊ അത് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴേക്കും 5, 3, 15, 9, 5, 2, 2 ഇവിടെ വരുമ്പോൾ 13 ഈസ് ഈക്വൽ ടു 26 ആയിരിക്കും. അപ്പൊ ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്ക് 26 ഡേയ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു 26 ടൈംസ് എയുടെ എഫിഷ്യൻസി 70 ഈസ് ഈക്വൽ ടു 1820. ഇതായിരിക്കും ടോട്ടൽ വർക്ക്. ഇത്രയും യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാവും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് then what part of the work will be done in 5 days. അപ്പൊ 5 ഡേയ്സിലാണ് ഒരു 3 പേരൂടെ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 3 പേരും മൂന്ന് പേരുടെ എഫിഷ്യൻസി ആഡ് ചെയ്ത് എത്ര? 70 + 91 + 130, അതായത് 200 + 91, 291. അപ്പം 291 എഫിഷ്യൻസി 3 പേരുടെ അവർ 5 ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പൊ അത് ടോട്ടൽ 1455 വരും. ഓക്കെ, അപ്പൊ പാർട്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ 1455 ഔട്ട് ഓഫ് ടോട്ടൽ വർക്ക് 1820 ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ആൻസർ കുറച്ചൊരു സിംപ്ലിഫൈയിലാണ്. 5 വെച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 5 2s are 10, 5 3s are 15, 360. ആൻസർ 291/364. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. A shopkeeper marked each bag at ₹800. ഒരു ഓഫർ കൊടുത്തു buy 4 get 1 free on bags and additional discount 20% on making a purchase of more than 40,000. Same offer. Customer made a payment of total 50,000 on bags, and what was the effective discount percentage? അപ്പോൾ ഇവിടെ effective discount percentage ചോദിച്ചിട്ടുള്ളൂ. വേറെ കുറെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഒന്നും ആവശ്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് 800 rupees ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ buy 4 get 1 free എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്കൗണ്ട് എത്രയാണ് വരുന്നത്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 1/5 അല്ലെ. 1/5 ടൈംസ് 100 ആയിരിക്കും ഈസ് ഈക്വൽ ടു 20% ആയിരിക്കും അവിടെ ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമുക്ക് ഒരു 20% അത് കൂടാതെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് 20%. അപ്പൊ എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? എഫക്റ്റീവ് ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 20 + 20 - 20 ടൈംസ് 20/100, 40 - 4 is equal to 36% ആയിരിക്കും എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. 2√2 AQ + 27BQ + 64CQ തന്നിട്ടുണ്ട്. 36√2 ABC ആണ്. Then find the value of 3B + 4C the whole square. അപ്പൊ ആദ്യത്തേന് നമുക്ക് √2A the whole cube എന്ന് കൊടുക്കാം. രണ്ടാമത്തേന് 3B the whole cube എന്ന് എടുക്കാം. മൂന്നാമത്തേന് 4C the whole cube എന്ന് എടുക്കാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിന് 3 ടൈംസ് √2A ടൈംസ് 3B ടൈംസ് 4C. അപ്പൊ ഇത് ഏത് രീതിയിലായി? x³ + y³ + z³ is equal to 3x/z അല്ല. അപ്പൊ ഇതിങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ either x + y + z എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ. x = y = z ആയിരിക്കും. സോ x + y + z 0 ആയിരിക്കണം. അതായത് √2 that is √2A + 3B + 4C is equal to 0, or 3B + 4C is equal to -√2A. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3B + 4C the whole square ആണ്. അതായത് -√2 the whole square is equal to 2A² ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. അപ്പൊ ഇത്രയുമായിരുന്നു ലൈവ് ടെസ്റ്റിലെ 25 മാർക്സ് ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നാം. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുക ഒന്നുകൂടെയും. അപ്പൊ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.